പലരും ചിന്തിച്ചു തുടങ്ങേണ്ട അവസരമാണ് ഇപ്പോൾ. അത് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് പ്രേക്ഷകർ തന്നെയാണ്. മോഹൻലാലിനെ വെച്ച് ഇങ്ങനെ ഒരു സിനിമ പുതുതലമുറയിൽ ഉണ്ടാക്കി കൊടുത്താൽ 150 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ ഉറപ്പെന്ന് പറഞ്ഞു വെക്കുകയാണ് ട്രാക്കർമാർ. ഈ അവസരത്തിൽ ഇത് പറയാൻ കാരണം ചോട്ടാ മുംബൈക്ക് കൊടുക്കുന്ന പ്രേക്ഷകരുടെ പ്രീതി തന്നെയാണ്. കേരള ബോക്സ് ഓഫീസിൽ ഇതൊരുക്കാൻ സാധിക്കുന്നത് രണ്ടേ സംവിധായകർക്കാണെന്നും അവർ എടുത്തു പറയുന്നുണ്ട്. അൻവർ റഷീദും ജിത്തു മാധവനും. ഇവർ രണ്ടുപേർക്കും ഇങ്ങനെ ചില സബ്ജക്റ്റുകൾ മോഹൻലാലിലേക്ക് എത്തിക്കാൻ കഴിയും. ഒരു പെർഫെക്റ്റ് മാസ് എന്റർടൈനർ മോഹൻലാലുമായി ചേർന്ന് ഒരുക്കാനുള്ള കഴിവ് ഇവർക്കാണുള്ളത്. അവർ മോഹൻലാലിനെ വെച്ച് ഒരുക്കാൻ ശ്രമിച്ചാൽ അത് സാധിക്കുമെന്ന് ട്രാക്കർമാർ പറയുമ്പോൾ എത്ര കോൺഫിഡൻസ് ആയിട്ടാണ് അവർ പറയാൻ കാരണം ചോട്ടാ മുംബൈയുടെ ഈ റീ റിലീസ് റെസ്പോൺസ് തന്നെയാണ്. ഫാൻസുകാർ മാത്രമല്ല ഫാമിലി ഓഡിയൻസും ചോട്ടാ മുംബൈ കണ്ട് ആസ്വദിക്കാൻ തിയേറ്ററിലെത്തി എന്നതാണ് ഇന്നേ ദിവസം കാണുന്ന കാഴ്ചകൾ. അതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ആരാധകർ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലെത്തി. ആരാധകർ മാത്രമല്ല ഫാമിലി ഓഡിയൻസും ചോട്ടാ മുംബൈ ആഘോഷമാക്കാൻ തിയേറ്ററിൽ എത്തിയിരുന്നു. അത് ഇന്നും തുടരുകയാണ്. പല മേഖലയിലെയും ത്രസിപ്പിച്ചുകൊണ്ടാണ് ചോട്ടാ മുംബൈ എന്ന ചിത്രം നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. ഒരു പെർഫെക്റ്റ് കോമഡി മാസ് എന്റർടൈനർ എന്ന് വിശേഷിപ്പിക്കാവുന്ന സിനിമ സത്യം പറഞ്ഞാൽ ചോട്ടാ മുംബൈക്ക് ശേഷം മോഹൻലാലിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. മലയാള സിനിമയ്ക്കും മലയാള സിനിമയിലെ അണിയറ പ്രവർത്തകർക്കും സംവിധായകർക്കും എഴുത്തുകാർക്കും മോഹൻലാലിനെ വെച്ചൊരു പെർഫെക്റ്റ് സംഭവം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ബിസിനസ് ആണല്ലോ ഏറ്റവും ആത്യന്തികമായി ഒന്നായി കണക്കാക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു സംഭവം അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നത് തന്നെ വലിയൊരു കുറവ് തന്നെയാണ്. ഇത്രയും വലിയൊരു താരം മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ പ്രയോജനപ്പെടുത്തിയില്ല എന്നതും കൂടി ഓർക്കണം. ഈ അവസരത്തിലാണ് ചോട്ടാ മുംബൈ റീ റിലീസായി തിയേറ്ററിൽ എത്തിയതും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നതും കുറെ പേരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതും. മോഹൻലാൽ അൻവർ റഷീദ് ടീമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ചോട്ടാ മുംബൈ പുത്തൻ സാങ്കേതിക വിദ്യയുടെ അകമ്പടിയോടെ റീ റിലീസ് ചെയ്തപ്പോൾ അത് ആരാധകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു. ഈ വേളയിൽ സിനിമയുടെ ആദ്യദിന കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്തു. ലിമിറ്റഡ് റിലീസ് ആയിരുന്നു ചിത്രത്തിന് ലഭിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ചിത്രം ആദ്യ ദിനത്തിൽ 37 ലക്ഷമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഈ ലിമിറ്റഡ് റിലീസിൽ നേടിയെടുത്തത് എന്ന് ട്രാക്കർമാർ റിപ്പോർട്ട് നൽകുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ചിത്രം 3-ാം സ്ഥാനത്ത് ഉണ്ട് എന്ന് ട്രാക്കർമാർ പറയുകയുണ്ടായി. റീ റിലീസുകളിൽ 3-ാം സ്ഥാനമാണ് ചോട്ടാ മുംബൈക്ക് ലഭിച്ചിരിക്കുന്നത്. ലിമിറ്റഡ് റിലീസ് ആയതുകൊണ്ടാണ് 3-ാം സ്ഥാനം എത്തിയതും. സ്ഫടികം എന്ന ചിത്രമാണ് 88 ലക്ഷം വെച്ച് ആദ്യ ദിനത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത്. മണിച്ചിത്രത്താഴ് 50 ലക്ഷവും നേടി 2-ാം സ്ഥാനത്തുണ്ട്. ചോട്ടാ മുംബൈ 37 ലക്ഷമാണ് നേടിയത് 3-ാം സ്ഥാനത്ത്. പിന്നീട് ദേവദൂതൻ 30 ലക്ഷം നേടി 4-ാം സ്ഥാനത്തും. വലിയേട്ടൻ എന്ന സിനിമ 23 ലക്ഷം നേടി 5-ാം സ്ഥാനത്തും എത്തി. ഇതാണ് ടോപ്പ് 5 റീ റിലീസ് ഓപ്പണിംഗ് ഡേ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയ സിനിമകൾ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ട് സാക്ഷാൽ മോഹൻലാൽ തന്നെയാണ് ഞെട്ടിയിരിക്കുന്നത്. അദ്ദേഹം 2-3 ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ ചോട്ടാ മുംബൈയുടെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് എത്തിയതും. കഴിഞ്ഞ ദിവസം നന്ദിയും അറിയിച്ചു. ഇന്നേ ദിവസം അൾട്ടിമേറ്റ് തിയേറ്റർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എത്തിയതും. കാരണം അൾട്ടിമേറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഓരോ തിയേറ്ററിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള തിയേറ്ററുകളിലെല്ലാം ചോട്ടാ മുംബൈ ഉള്ളിടം തരംഗം തന്നെ സൃഷ്ടിക്കുന്നു. അത് ബിഗ് തിയേറ്ററുകളാണ് ഏറ്റവും വലിയ ഓളം ഉണ്ടാക്കുന്നത്. അത് കണ്ടുപിടിച്ച് പ്രേക്ഷകർ അവിടെ തന്നെ എത്തുകയാണ്. കാരണം ആ ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കാൻ വേണ്ടി. എറണാകുളത്തെ കവിതയിലും തിരുവനന്തപുരത്തെ പല സെന്ററുകളിലും വലിയ ഓളമാണ് ഈ ചിത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയാൻ മോഹൻലാലിന്റെ പല കോട്ടകളും ഉണ്ട്. PVR ലൂരിൽ പോലും ആഘോഷങ്ങൾ തീർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ ഈ അവസരത്തിൽ എത്തിയതും. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും പല സിനിമാക്കാരെയും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് പ്രേക്ഷകർ തന്നെയാണ്. അവർ ചിന്തിക്കുന്നുണ്ടോ എന്നത് ഇനി വരുന്ന ആളുകളിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. എന്തായാലും പ്രേക്ഷകർ ഇതിനെല്ലാം തിരിയിട്ട് കൊടുക്കുന്നു. മോഹൻലാലാണ് ഇതുവരെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട മലയാളി എന്ന വസ്തുതയോട് നമുക്ക് യോജിക്കാൻ കഴിയുമോ എന്നത് ഒരു ചോദ്യമായി നിൽക്കുമ്പോൾ അത് കഴിയുമെന്ന് കാണിച്ചു തരുന്ന അവസരമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. അദ്ദേഹം അത് വീണ്ടും വീണ്ടും തെളിയിച്ചിട്ടുണ്ട്. എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് മാത്രമേ ശക്തിയുള്ളൂ. ചുരുക്കം ചില മതഭ്രാന്തന്മാരെ ഒഴികെ എല്ലാവരും സമ്മതിക്കുന്നത് ലാലേട്ടൻ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ മലയാളിയും എക്കാലത്തെയും ഏറ്റവും ആഘോഷിക്കപ്പെട്ട താരവും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരേ ഒരു നടനുമാണെന്ന്. അതിനെക്കുറിച്ച് ഇനി സംശയമില്ല. മലയാളത്തിന്റെ മോഹൻലാൽ ആ തലക്കെട്ട് തന്നെ എല്ലാം പറഞ്ഞു തരും. ഈ വാക്കുകൾ ഈ അവസരത്തിൽ ആരാധകർ തന്നെ പറയുന്നതാണ്. കാരണം ഒരു ചിത്രത്തിന്റെ റീ റിലീസ് സംഭവിച്ചപ്പോൾ മറ്റിടത്ത് ഏറ്റവും പുതിയ ചിത്രങ്ങൾ റിലീസായിരിക്കുകയാണ്. ആ ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന കളക്ഷനേക്കാളും വലിയ കളക്ഷനാണ് ചോട്ടാ മുംബൈ നേടുന്നത് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം. ബുക്ക് മൈ ഷോയിലെ ടിക്കറ്റ് സെയിലിംഗ് റിപ്പോർട്ടുകൾ പുറത്തുവന്നപ്പോഴാണ് ആ ഞെട്ടിപ്പിക്കുന്ന വിവരം അവർ അറിഞ്ഞതും. ആസിഫ് അലിയുടെ മുതൽ ഏറ്റവും പുതിയ സിനിമകൾ തിയേറ്ററിൽ റൺ ചെയ്യുകയാണ്. എന്നാൽ മോഹൻലാലിന്റെ ചോട്ടാ മുംബൈ മണിക്കൂറിൽ മറ്റ് പുതിയ ചിത്രങ്ങളെക്കാളും കൂടുതൽ ടിക്കറ്റുകൾ സെയിൽ ചെയ്യുന്നു. ഓരോ മണിക്കൂറിലെയും റിപ്പോർട്ടുകൾ പുറത്തുവന്നപ്പോൾ ചോട്ടാ മുംബൈയാണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത്. കൂടാതെ വെറും ലിമിറ്റഡ് റിലീസ് മാത്രമേ ഉള്ളൂ എന്നുകൂടി ഓർക്കണം. എന്നിട്ടാണ് ടിക്കറ്റ് സെയിലിൽ ഇത്രയും കൂടുതൽ കാണിക്കുന്നത്. പലരും തങ്ങളുടെ സിനിമകളുടെ റിലീസ് മാറ്റിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻലാലിന് ഒരു ഗംഭീര റെസ്പോൺസ് കിട്ടിയാൽ കൂടത്തി വന്ന സിനിമ പോലും കളിച്ചു പിടിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയേക്കും എന്ന രീതിയിലേക്ക് സഞ്ചരിക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ എന്നത് നോക്കി കാണുമ്പോൾ ഞെട്ടലുണ്ടാക്കുന്നു.